ഹിറ്റ് വന്ന് അങ്ങനത്തെ വലിയൊരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ വലിയൊരു ഡിസ്ട്രക്ഷൻ അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടിങ്ങിൽ പറയുന്നത്. അതോടൊപ്പം രണ്ട് കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞു ഏകദേശം 900 മില്യൺ ആണ് എക്സ്പെൻസ് അമേരിക്കയ്ക്ക് വരുന്നത് എങ്കിൽ ഏകദേശം 1.1 ബില്യൺ ടു 1.2 ബില്യൺ പെർ നൈറ്റ് എക്സ്പെൻസ് ആണ് ഈ പറഞ്ഞ പാട്രിയറ്റ് സിസ്റ്റം മിസൈലുകളുടെ ഡിഫൻസും കാര്യങ്ങളും ഒക്കെ ഗൾഫ് കൺട്രിക്ക് ഈ മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിർവീര്യമാക്കാനായിട്ട് അവർ സ്പെൻഡ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ വിച്ച് മീൻസ് ഏകദേശം $2 ബില്യൺ റഫ്ലി എസ്റ്റിമേറ്റ് ആണ് വരുന്നത് നമ്മൾക്ക് ഈ ഒരു യുദ്ധത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്ലസ് ഇൻഡയറക്ട് ഇമ്പാക്ട് ഓൺ ഗൾഫ് കൺട്രീസ്, ഇൻഡയറക്ട് ഇമ്പാക്ട് ഓൺ നമ്മൾക്ക് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക്, മലയാളികൾക്ക്, കാരണം ജോലികൾ നഷ്ടമാകുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റു യാത്രകൾ മുടങ്ങുന്നു. അങ്ങനെ ഇപ്പൊ യാത്രയുടെ കാര്യം പറഞ്ഞപ്പം ഇവിടെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് അമേരിക്കൻസും ആയിരക്കണക്കിന് ഇന്ത്യക്കാരും അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സും അവിടെ ഗൾഫ് കൺട്രീസിൽ ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് വളരെ സർപ്രൈസിങ് ആണ്. കാരണം ഒരു ഗവൺമെന്റ്, അമേരിക്കൻ ഗവൺമെന്റോ ഇന്ത്യ ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഗവൺമെന്റും ആ ഒരു കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ല എന്നൊരു ആക്ഷേപവും വരുന്നുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ, അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും അമേരിക്കയും എല്ലാവരോടും തീരുമാനിക്കുകയാണ്, ഓക്കെ ഒരു ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, എല്ലാവരും ഇറങ്ങിപ്പോട്ടെ, ഇനി പോകേണ്ട ആൾക്കാർക്ക്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോലും ഇത്തവണത്തെ ഈ ഒരു യുദ്ധം വന്നിട്ടില്ല എന്നുള്ളതോടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം ഇക്വലി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ട്രംപ് അഡ്മിനിസ്ട്രേഷന് 3 ഒബ്ജക്റ്റീവ് ആദ്യം പറഞ്ഞിരുന്നു. ഒന്ന് ഡിക്കാപ്പിറ്റൈസേഷൻ ഓഫ് ദി ലീഡർഷിപ്പ്, ഒന്ന് രണ്ടാമത്തേത് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ അല്ലെ ആണവ ശേഖരങ്ങൾ അല്ലെ അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്യുക, ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. മൂന്നാമത്തേത് റെജീം ചേഞ്ച് ആയിരുന്നു. രണ്ടാമത്തെ 3-ാം ദിവസം അത് ഡിനേ ചെയ്തു. റെജീം ചേഞ്ച് അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു ഗോൾ അല്ല എന്ന് പറഞ്ഞു. അതിനകത്തൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ അതിനൊന്നുകൂടെ ക്ലാരിറ്റി വന്നു. റെജീം ചേഞ്ച് ആണെന്ന് മാത്രമല്ല ട്രംപ് പറയുന്നത്, ഇറാന് തെരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ആരാണെങ്കിലും ആ സക്സസറിനെ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അംഗീകരിക്കത്തില്ല. അതിന് പകരം കുർദുകളെ എൻകറേജ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് കാണുന്നത്. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി എന്തുമാത്രം സക്സസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല. ഞാൻ